ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, നമസ്കാരമുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസത്തേക്ക് ഇന്ന് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്നൊരു കുറച്ച് പുസ്തകങ്ങളുണ്ട്. നമ്മൾ പണ്ടേയുള്ള കളക്ഷൻ നമ്മുടെ കയ്യിൽ. അതുകൊണ്ട് എല്ലാം ഞാൻ വായിച്ചു തീർത്തിട്ട് പോലുമില്ല, വായിക്കാനുണ്ട്. പകുതി വായിച്ചിട്ടൊക്കെ വെച്ചേക്കുന്ന പുസ്തകങ്ങളാണ്. അത് ഞാൻ കാണിച്ചു തരാം, പുസ്തകങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ഇത്തരം പുസ്തകങ്ങളെ. ഇത്തരം പുസ്തകങ്ങൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളൂ. വേറെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെയൊക്കെ. ഇപ്പോൾ ഇത്ര ഞാനിപ്പോൾ കണ്ടതൊക്കെ പെറുക്കി എടുത്തതാണ്. കണ്ടോ, ഇതെനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ പുസ്തകം, സീക്രട്ട് എന്ന് പറഞ്ഞു. എന്താ നല്ല പുസ്തകമാണ്. അതിനുശേഷം ഞാൻ വായിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ പുസ്തകം വേറെ പൗലോ കൊയ്ലോ, ഇത് ഞാൻ ഫുള്ള് വായിച്ച കേട്ടോ. ദ ആൽക്കെമിസ്റ്റ്, ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പുസ്തകമായിരിക്കും കേട്ടോ. ഏറ്റവും കൂടുതൽ കോപ്പികൾ വിറ്റുപോയിട്ടുള്ള പുസ്തകം പൗലോ കൊയ്ലോ. വായിച്ചിട്ടുള്ളതായിരിക്കും എല്ലാവരും. ആൽക്കെമിസ്റ്റ് എന്ന് പറഞ്ഞു. എന്തോ നാട്ടിൻപറ്റങ്ങനെ മേടിച്ചിറക്കുമ്പോൾ ഒരു കുട്ടി അവനെ ഈജിപ്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി പരമയുടെ നിധി കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. സാന്റിയാഗോയിലേക്കുള്ള ഞാൻ യാത്ര തിരിക്കുന്നു. ആൽക്കെമിസ്റ്റ് യാത്രയാണ് ജീവിതത്തിലൂടെ മനുഷ്യൻ നടത്തുന്ന തീർത്ഥയാത്ര. ജീവിതത്തെ മാറ്റിവരയ്ക്കുന്ന ഒരു പുസ്തകം. ഓരോ പതിറ്റാണ്ടിലും പിറന്നു വീഴുന്നു. ആൽക്കെമിസ്റ്റ് ഇത്തരം ഒരു പുസ്തകമാണ്. ഇത് മറ്റേ 10,000 രൂപ സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതിനെ കുറിച്ച്. പിന്നെ ഉൾക്കാഴ്ച ജീവിതത്തിന്, PS വാര്യർ, നല്ല പുസ്തകമാണ്. കുറെ തോട്ട്സ് ഉണ്ട്, നല്ല തോട്ട്സ്. നല്ല അടിപൊളി കഥകളുണ്ട്. ഓക്കെ, അടിപൊളി നല്ല പുസ്തകമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം. പിന്നെ ദ പവർ ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ്, ഈ പുസ്തകം എല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകം കേട്ടോ. ഇത് ഇംഗ്ലീഷാണ്. ഇത് ഡോക്ടർ ജോസഫ് മുർഫി എന്ന് പറഞ്ഞ ഒരാളുടെ പുസ്തകമാണ്. ഇത് ഭയങ്കര പുസ്തകം കേട്ടോ. ഭയങ്കര പവറുള്ള പുസ്തകം. ഇതിന്റെ മലയാളമുണ്ട്, മലയാളം വെർഷൻ അതിനകത്തുണ്ട്, നോക്കണം. ഇതൊരു പുസ്തകം. പിന്നെ ഇതൊരു ക്രിസ്ത്യൻ പുസ്തകമാണ്. പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് തന്നെ ദ പവർ ഓഫ് മൈൻഡ് എന്നുണ്ടോ, നിങ്ങളുടെ ബോധ മനസ്സിന്റെ ശക്തി. ഇതിനകത്ത് ജോസഫ് മുർഫി. ഇപ്പം നമ്മളാണ് ഇംഗ്ലീഷിന്റെ മലയാളം വന്നു, മലയാളം പുസ്തകം കേട്ടോ. കുറെ വായിച്ചത്, ഫുള്ളായിട്ട് ഞാൻ വായിച്ചിട്ടില്ല, കുറെ ഞാൻ വായിച്ചിട്ടുണ്ട്. നല്ല പുസ്തകം. നമ്മുടെ മൈൻഡ് ഭയങ്കര പവറാകും കേട്ടോ വായിച്ചു കഴിഞ്ഞാൽ. എത്ര മൈൻഡ് പവർ പോയ മൈൻഡാണെങ്കിലും അവരുടെ മൈൻഡ് സെറ്റ് ആകും ഈ പുസ്തകം വായിച്ചാൽ. അതൊക്കെ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ ഇതിന്റെ ലിങ്ക് വേണം ഞാൻ ഈ വീഡിയോ തന്നെ ഇട്ടേക്കും കേട്ടോ. അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങാൻ പറ്റും. ഫ്ലിപ്കാർട്ടിൽ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ ജേതാവാകാൻ മൂൻസി വർഗീസ്, ഇതെനിക്കൊരു ഫ്രണ്ട് വായിക്കാൻ തന്നതാ. പിന്നെ കൊടുത്തിട്ട് വേണ്ടായിരുന്നു, തിരിച്ച് വായിക്കാൻ തന്നിട്ട്. നല്ല പുസ്തകം കേട്ടോ, ഭയങ്കര നല്ല പുസ്തകം. ഞാൻ ഫുള്ള് വായിച്ചത്. പിന്നെ വെൻ ഗ്രേറ്റ് ബിക്കംസ് എയർ, ഇതൊരു പോൾ കലൻ ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ ഇത് ചേട്ടായി വന്നിട്ട് മേടിച്ചത് ഇതാണ്, വായിച്ചിട്ടില്ല. നല്ല പുസ്തകമാണ്. പിന്നെ കറണ്ട് അഫയേഴ്സ്, നമ്മൾ PSC ഭ്രാന്തുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെയും PSC ട്രൈ ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ ഉണ്ട്, ഏതായാലും ജനറൽ നോളജ് കുറേ കാര്യങ്ങളുണ്ട്. കരുത്താർന്ന കുമാരം ഉണ്ടോ, ഇത് നല്ലൊരു പുസ്തകം കേട്ടോ. ഞാൻ ഫുള്ള് വായിച്ചേക്കെ ചേവിന്റെ നല്ല പുസ്തകം. പിന്നെ 7 ഹാർട്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ, അടിപൊളി പുസ്തകം കേട്ടോ. മറ്റേ നമ്മുടെ ജോസഫ് മുർഫിയുടെ പുസ്തകമായിരുന്നു ബോധ മനസ്സിന്റെ, അതേപോലെ പവറുള്ള പുസ്തകം. പിന്നെ മംഗളയാൻ, എനിക്കൊന്നും മറ്റേ ഇതിന്റെ ബഹിരാകാശത്തെ കുറിച്ച് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സംഭവത്തെ കുറിച്ചുള്ള പുസ്തകം, മംഗളയാനെ കുറിച്ചും കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നെ ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, നമ്മുടെ മെയിൻ സ്കോപ്പ്, നമ്മുടെ വിഷയം, നമ്മള് സ്കൂളിലെ കോളേജിലെ പുസ്തകം. പിന്നെ നിങ്ങൾക്കും വിജയിക്കാനാവും, വില്യം ഷിവക്കർ, ഇതെല്ലാവരും വായിച്ചിരിക്കേണ്ട പുസ്തകം കേട്ടോ. ചെറിയ പിള്ളേർക്കൊക്കെ വായിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല ലെവലിലേക്ക് എത്തും കേട്ടോ. വിജയികൾ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുന്നില്ല, അവർ കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യുന്നുണ്ടോ. ഇവിടെ ഭയങ്കര ഒരു ഓതറ കേട്ടോ അത്. വെറ്റയിലെ പുസ്തകം, ഈ പുസ്തകത്തിന്റെ ലിങ്കുമാണ് ഞാൻ ആഡ് ചെയ്തേക്കാം. ഓക്കെ, ചെറിയ പിള്ളേർക്കൊക്കെ ഇത് വായിച്ചു കഴിഞ്ഞാൽ, 5-6 ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് വായിച്ചു കഴിഞ്ഞാൽ അത് വേറെ ലെവലിലെത്തും കേട്ടോ. ഇതുപോലത്തെ പുസ്തകം. പിന്നെ എഴുത്ത് എന്ന് പറഞ്ഞത്, പിന്നെ പക്ഷികളുടെ രോഗം, പക്ഷികൾ നമുക്ക് ഭ്രാന്താണ്, ഇപ്പോഴും ഭ്രാന്താണ്. പിന്നെ ചിരഞ്ജീവി, എനിക്കാരെ ഗിഫ്റ്റ് തന്ന പുസ്തകം കേട്ടോ, ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ പിന്നെ എംബ്രോയിഡറി സിസ്റ്റം, നമ്മുടെ കോളേജിലെ പുസ്തകം. പിന്നെ
തൊഴിൽ വിജയത്തിന് സുവർണ സുതകങ്ങൾ. ഇത് നല്ല പുസ്തകം കേട്ടോ. നമ്മളൊരു ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ പുസ്തകം എന്തായാലും മസ്റ്റായിട്ട് വായിച്ചിരിക്കണം. ഞാൻ ലിങ്ക് ഇട്ട് തരാം, ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു വായിച്ചു കൊടുക്കാം. ഓക്കെ. പിന്നെ ഒറ്റമൂലി ഇത് ഞാൻ വായിച്ചിട്ടില്ല. എനിക്ക് നമ്മുടെ സിസ്റ്റർ ചേച്ചി എനിക്ക് വായിക്കണം. പിന്നെ അൽഫോൺസാമ്മയുടെ അന്വേഷണം, ഇത് ഞാൻ ഫുള്ള് വായിച്ചിട്ടില്ല, ഇത് വായിച്ച് നോക്കുന്നുണ്ട്. പിന്നെ കെ ഗാന്ധി, എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, നല്ല പുസ്തകം കേട്ടോ. ആരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെ. ഓക്കെ, അപ്പൊ ഇത്തരം പുസ്തകങ്ങളാണ് ഞാൻ ഇപ്പോൾ കണ്ട് എടുത്തിട്ട പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങൾ എവിടെയൊക്കെ ഉണ്ട് നോക്കിയെടുക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ചെറിയ കണ്ടന്റ് അവസാനിക്കും കേട്ടോ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഓക്കെ. അപ്പൊ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. നിങ്ങൾക്ക് അതിന് ക്യാഷ് കൊടുക്കുള്ള കാര്യമൊന്നുമല്ല. എല്ലാവരും പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കും കേട്ടോ. നമ്മുടെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഇങ്ങനത്തെ ഉള്ള താല്പര്യമുള്ളവർ ഫോളോ ചെയ്താൽ മതി. അല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടപ്പെട്ട ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്, അങ്ങനത്തെ വീഡിയോസ് മാത്രം കാണണമെന്ന് വെച്ചാൽ ചിലപ്പം പറ്റുന്നൊന്നുമില്ല. നിങ്ങൾക്ക് നമ്മുടെ എല്ലാ കണ്ടന്റും വരും. അപ്പോൾ കാണാൻ ഇഷ്ടമില്ലാത്ത സ്കിപ്പ് ചെയ്ത് വിടുക, അത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.